നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കുട്ടികളിലെ ആസ്മ രോഗത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് പ്രൊഫസർ ഡോക്ടർ നിഷ നരേന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഡോക്ടർ, ജലദോഷമോ വൈറൽ ഇൻഫെക്ഷനോട് കൂടിയോ വരുന്ന ചുമ വളരെ സാധാരണമാണല്ലോ. ഇതൊരു കുട്ടിക്ക് ആസ്മ ഉണ്ടെന്ന് എങ്ങനെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സാന്ദ്ര, അത് എന്താ വെച്ചാല് നമ്മളുടെ സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത് ആസ്മ പകുതി ജനിതകമായ ഒരു രോഗം, പകുതി അന്തരീക്ഷത്തിലെ മലിനീകരണം പോലത്തെ കാരണങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ അതില് കുടുംബത്തിൽ ആർക്കെങ്കിലും അലർജി പോലത്തെ ലക്ഷണങ്ങൾ, ഇപ്പൊ മൂക്കൊലിപ്പ്, അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും, തൊലിപ്പുറത്തുള്ളതാണ് എക്സിമ എന്ന് പറയും, കണ്ണിലുള്ളതാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. അത് ശ്വാസനാളിയെ ബാധിക്കുമ്പോൾ അതിന്റെ പേര്, അലർജിയുടെ പേര് ആസ്മ എന്നാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും അലർജി ലക്ഷണം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അലർജി വരാം, അത് ആസ്മയായി മാനിഫെസ്റ്റ് ചെയ്ത് വരാം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകമാണ് വൈറൽ ഇൻഫെക്ഷൻസ് മൂലം ഉണ്ടാകുന്ന ചെറിയ ചുമയായി തുടങ്ങി അത് വലിവിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈറൽ ഇൻഫെക്ഷൻ കാരണം ചുമ വരാം, പക്ഷെ അത് ആസ്മയാണോ എന്നറിയുന്നതിൽ സാധാരണഗതിയിൽ വൈറൽ പനികൾ, ജലദോഷമൊക്കെ ഒരു 5 തൊട്ട് 7 ദിവസത്തിനുള്ളിൽ അതിന്റെ ചുമ കുറഞ്ഞു വരും. പക്ഷെ ഇത് ഒരു 10 ദിവസം കഴിഞ്ഞാലും ഇതിന്റെ ചുമ ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പോൾ അതിൽ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ വൈറൽ പനി പോലെ തുടങ്ങി, മൂക്കൊലിപ്പായി തുടങ്ങി, പക്ഷെ അതിന്റെ ഇടയിൽ ശ്വാസം മുട്ടൽ വരാം, അല്ലെങ്കിൽ ചുമയായിട്ട് വരാം. അത് രണ്ട് ചിഹ്നങ്ങളും 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കത് ആലോചിക്കാം. ഇനി ചുമയുടെ ലക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ, രാത്രി നമ്മൾ ഈ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഒരു 3 മണി 4 മണി സമയമൊക്കെ ആവുമ്പോൾ കുഞ്ഞു നിർത്താതെ ചുമ തുടങ്ങും. അതുവരെ കുഴപ്പമില്ലാതെ ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി അപ്പൊ എണീറ്റ് ചുമയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ ഉണർന്നെണീറ്റ് കഴിയുമ്പോൾ അടുപ്പിച്ച് കുറെ നേരം അങ്ങ് ചുമയ്ക്കും. അപ്പൊ ഈ ചുമ മാത്രമല്ല, ശ്വാസമുട്ടുമായിട്ടും വരാം. ചിലപ്പോൾ ശ്വാസമുട്ടും ചുമയും രണ്ടും കൂടി ഒരു കുട്ടിയിൽ തന്നെ കാണാം. ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഉറക്കത്തിൽ നേരം വെളുക്കുമ്പോൾ ഉള്ള ചുമ, അത് ഈ വൈറൽ പനി മാറുന്ന സമയത്തും നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. പിന്നെ അത് മാറാൻ വേണ്ടി അമ്മമാര് ചിലപ്പോൾ സാൽബുട്ടമോൾ എന്ന് പറയുന്ന മരുന്ന് ചിലപ്പോൾ കൊടുത്തു എന്നിരിക്കും. അപ്പൊ അത് കൊടുക്കുമ്പോൾ നല്ല റെസ്പോൺസ് കാണുന്നുണ്ടെങ്കിൽ അത് വലിവ് കാരണമുള്ള ചുമയാണെന്നൊരു ക്ലൂ നമുക്ക് കിട്ടും. ഇത് വൈറൽ പനിയുടെ കൂടെയുള്ള ചുമ മാത്രമല്ല, അമ്മമാര് ശ്രദ്ധിക്കേണ്ട വേറെ ഒരു പ്രേരക ഘടകം കൂടെ ഞാൻ ഇത്തരത്തിൽ പറഞ്ഞു വെക്കാം. അതായത് ഓടി കളിച്ചിട്ട് വരുന്ന ദിവസം, നല്ല സ്പോർട്സോ അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് വ്യായാമം ചെയ്യുന്ന അവസരങ്ങളിൽ അന്നത്തെ ദിവസം കുട്ടികൾ തിരിച്ചു മടങ്ങി വന്ന് കഴിയുമ്പോൾ കുട്ടി ചിലപ്പോൾ നിർത്താതെ കുറച്ചു നേരം ചുമയ്ക്കും. ചിലപ്പോൾ അത് തന്നെ മാറിപ്പോകും. പക്ഷെ തന്നെ മാറിപ്പോയാലും ആസ്മ അങ്ങനെ പ്രത്യേകത എങ്ങനെയാണ്, ചിലപ്പം ചികിത്സയോട് കൂടിയോ ചികിത്സ ഇല്ലാതെയോ ചിലപ്പോൾ അത് ലക്ഷണങ്ങൾ തന്നെ മാറിയേക്കാം. പക്ഷെ അതിന്റെ അർത്ഥം അസുഖം മാറിയെന്നല്ല, ആ നീർക്കെട്ട് ഉള്ളിലുള്ളത് ഉണ്ടാകും. ചിലപ്പോ ആ നീർക്കെട്ട് കൂടുതലാണെങ്കിൽ ചുമ നിർത്താതെ ICU വരെ എത്തുന്ന ലെവലിൽ ചുമ കൂടാനും മതി. പക്ഷെ മിക്ക അവസരങ്ങളിലും അമ്മമാര് ശ്രദ്ധിക്കാതെ പോകാനുള്ള കാരണം, ഇതുപോലെ ഓടി കളിച്ച് വന്നു കഴിയുമ്പോൾ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ മരുന്ന് കൊടുത്തോ അല്ലാതെയോ മാറുമ്പോൾ അവരത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതും ഒരു പ്രേരക ഘടകവും. ഇങ്ങനെയും കുട്ടികൾ ചുമയ്ക്കുന്നതിനെ സംശയത്തോടെ നോക്കാം. നമുക്കത് ആസ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഇതിനായിട്ടുള്ള പ്രധാനപ്പെട്ട ചികിത്സ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മോഡേൺ മെഡിസിനിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഇൻഹേലർ ചികിത്സയാണ്. ഇപ്പൊ ഈ കൊല്ലം ആസ്മ ഡേ ആണല്ലോ. ആദ്യത്തെ ചൊവ്വാഴ്ച എല്ലാ കൊല്ലവും ആസ്മ ഡേ ആഘോഷിക്കും. അപ്പൊ ആചരിക്കും. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഇപ്രാവശ്യത്തെ തീം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ്, അല്ലെങ്കിൽ മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുക, ആക്സസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ തീം. അപ്പൊ ഈ ഉള്ളിലുള്ള നീർക്കെട്ടാണ് ആസ്മയില്. അലർജി ഏതെങ്കിലും ഒരു പ്രേരക ഘടകത്തിന്റെ അടുത്തുള്ള അലർജി കാരണം ഉള്ളിൽ നീർക്കെട്ടുണ്ടാവുന്നു. അപ്പൊ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ കോശങ്ങളാണ്, ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ ഓവർ വർക്ക് ചെയ്യുന്ന പ്രതിരോധ കോശങ്ങൾ കാരണമാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ആ കോശങ്ങളെ കുറയ്ക്കുന്ന മോളിക്യൂള് സ്റ്റിറോയിഡ് എന്നുള്ള പേരിലുള്ള മോളിക്യൂളാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ബയോളജിക്കൽസ് എന്ന് പറയും. അത് വളരെ കൂടിയ അവസരത്തിലും അപൂർവമായ തരം ആസ്മകളിലും മാത്രമേ ഉപയോഗിക്കേണ്ടി വരാറുള്ളൂ. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് അത് ഉപയോഗിക്കാറേ ഇല്ല. ഉപയോഗിക്കേണ്ടി വരുന്ന മോളിക്യൂൾ സ്റ്റിറോയിഡ് ആണ്. അത് ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, സ്റ്റിറോയിഡ് എന്ന് കേൾക്കുമ്പോൾ. പക്ഷെ ഇൻഹേലർ മരുന്നിൽ ഉപയോഗിക്കുന്നത് സ്റ്റിറോയിഡ് ആണെങ്കിലും അതിന്റെ ഡോസ് വളരെ കുറവാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 10 കിലോ ഉള്ള ഒരു കുട്ടിയുടെ എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ആസ്മ ലക്ഷണം കൂടി വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ 10 കിലോ ഉള്ള കുട്ടിക്ക് ചിലപ്പോൾ 5 മില്ലിഗ്രാമിന്റെ രാവിലെയും വൈകിട്ട് ഓരോ ഗുളിക കൊടുത്ത് 10 മില്ലിഗ്രാം ഒരു ദിവസം കൊടുക്കും. അതായത് ഒരു 10,000 മൈക്രോഗ്രാം, കൺവേർഷനിൽ പറഞ്ഞാൽ 10,000 മൈക്രോഗ്രാം ആണ് അതിനൊരു ദിവസം കിട്ടുന്ന ഡോസ്. പക്ഷെ അതേസമയം ഈ കുട്ടിക്ക് ഇൻഹേലർ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ് 100 മൈക്രോഗ്രാം ഉള്ളതാണ് ദിവസേന കൊടുക്കുന്ന ഡോസ്.
100 മൈക്രോഗ്രാം എവിടെ, മറ്റേത് എവിടെ. അപ്പൊ അത് വളരെ ചെറിയ ഡോസ് ഉള്ളില് അല്പാൽപമായിട്ട് ചെല്ലുമ്പോൾ സൈഡ് ഇഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നന്നായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വലിച്ചാല് ഈ 100 മൈക്രോഗ്രാമിന്റെ ഒരു 25% ഉള്ളിൽ പെടുക. അതായത് 25 മൈക്രോഗ്രാമേ കുട്ടിയുടെ ഉള്ളിൽ പെടുന്നുള്ളൂ, ബാക്കിയുള്ളത് കുട്ടിയുടെ ശരീരത്തിൽ നിൽക്കുന്നില്ല. പക്ഷെ കഴിക്കുന്ന ഗുളികയോ അല്ലെങ്കിൽ വേറെ ഏത് രൂപത്തിലുള്ള മെഡിസിൻ, മോഡേൺ മെഡിസിൻ വേണമെന്നില്ല, വേറെ ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയാലും ഈ പറഞ്ഞ സ്റ്റിറോയിഡ് അത് ഇലപിഴഞ്ഞെടുത്തതാണോ അതോ ഗുളികയായിട്ട് കൊടുക്കുന്നതാണോ എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം. മോളിക്യൂൾ സ്റ്റിറോയിഡ് തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ കോശങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഉള്ളിൽ കഴിക്കുമ്പോൾ ബ്ലഡിൽ കയറുകയും എല്ലാ അവയവങ്ങളിലേക്കും പോകുന്നു, കൂട്ടത്തിൽ ശ്വാസനാളിയിലും എത്തും. അപ്പൊ നമുക്ക് വേണ്ട ഡോസ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ മരുന്ന് കഴിച്ചാൽ മാത്രമേ നാച്ചുറലി അതിന്റെ ആ അളവ് ശ്വാസനാളിയിൽ കിട്ടുള്ളൂ. അത് കൂടിയ ഡോസ് അല്ല, എത്ര വേണമെന്ന് കരുതി കണക്കാക്കിയുള്ള ഡോസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ രോഗലക്ഷണങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ വായിക്കൂടിയോ ഇഞ്ചക്ഷനായോ ഈ പറഞ്ഞ കൂടിയ ഡോസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാതെ ഇരിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്താ, സ്ഥിരമായിട്ട് ഇൻഹേലർ കുറച്ച്, സ്ഥിരമല്ല കുറച്ച് ഏറെ നാളെ എടുക്കും. വളരെ ചെറിയ ഡോസ് ആയതുകൊണ്ട് തന്നെ ഈ കോശങ്ങളെ എല്ലാം കുറച്ചെടുക്കാൻ കുറച്ചേറെ നാളെടുക്കും. അപ്പൊ അത്രയും നാള് കൃത്യമായിട്ട് മുടങ്ങാതെ, ചെറിയ ഡോസ് അല്ലേ, ഓരോ ദിവസം ഓരോ പ്രാവശ്യം മുടങ്ങുന്നതും കഴിയുന്നത്ര ശ്രദ്ധിച്ച് മുടങ്ങാതെ കൊടുക്കാമെങ്കിൽ പതുക്കെ പതുക്കെ ആ രോഗലക്ഷണം ഉണ്ടാക്കുന്ന കോശങ്ങളെ മാറ്റി ആസ്മയെ കൺട്രോളിലാക്കാൻ പറ്റും. അപ്പൊ ആസ്മയെ കൺട്രോളിലാക്കി നോർമൽ ആക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതല്ലേ ബുദ്ധി. അപ്പൊ ഇൻഹേലർ ചികിത്സ കേരളത്തിലെ പ്രബുദ്ധ കേരളം കൈനീട്ടി സ്വീകരിക്കേണ്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ആസ്മ ഉണ്ടാകും. അന്തരീക്ഷ മലിനീകരണത്തിന് യുദ്ധത്തിലെ ബോംബ് മാത്രമല്ല, പൂരം അല്ലെങ്കിൽ പെരുന്നാള് അല്ലെങ്കിൽ ദീപാവലി, വിഷു, അങ്ങനെ എന്തിനും ഒരു പരീക്ഷ ജയിച്ചാൽ പോലും പടക്കം പൊട്ടിച്ച് അന്തരീക്ഷ മലിനീകരണത്തിൽ മുന്നിട്ട് തന്നെയാണ് കേരളം നിൽക്കുന്നത്. അപ്പൊ നാച്ചുറലി സേഫ് ആയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ ഏതാന്ന് മനസ്സിലാക്കി ഇൻഹേലർ ചികിത്സയുടെ അടുത്തുള്ള പേടി മാറ്റുന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ അന്തരീക്ഷ മലിനീകരണം കാരണം കൊണ്ടുള്ള കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫാമിലിയിൽ ആർക്കും അലർജി ഇല്ലെങ്കിലും കുട്ടിക്ക് അലർജി ഉണ്ടാവുന്നത് കൂടി വരുന്നത് കൊല്ലങ്ങളായിട്ട് ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോ പിന്നെ പുകവലി, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും കേരളത്തിൽ കൂടുതലുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നിർത്തിയെടുക്കാമെങ്കിൽ ഒരു പരിധിവരെ ഈ കേസുകൾ കുറയുന്നതും ഹെൽപ്പ് ചെയ്യും. ഇൻഹേലർ ചികിത്സയാണ് ഇതിന്റെ ഏറ്റവും നല്ല ചികിത്സ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോക്ടർ, കുട്ടികളിൽ ഇങ്ങനെ ആസ്മ ഉണ്ടാകുന്നതിലെ ഏറ്റവും കൂടുതലുള്ള ട്രിഗറുകൾ എന്തൊക്കെയാണ്? ട്രിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആസ്മ ഉള്ള ഒരു കുട്ടിക്ക് അതിന് അലർജി ഉണ്ടാക്കുന്ന പ്രേരക ഘടകം എന്ന് പറയും. അതാണ് ഈ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വൈറൽ ഇൻഫെക്ഷൻസ് തന്നെയാണ് കോമൺലി കൊച്ചുകുട്ടികളിൽ കണ്ടുവരുന്നത്. അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ വ്യായാമം, പിന്നെ ചില കുട്ടികളിൽ കരയുമ്പോഴും ചിരിക്കുമ്പോഴും പോലും ട്രിഗർ ആയിട്ട് വരാം. അത് കൂടാതെ നമ്മുടെ വീട്ടിനുള്ളില് പഞ്ഞി കൊണ്ടുള്ള മെത്ത ഉപയോഗിക്കുന്ന ആൾക്കാരിൽ, തലയണ ഉപയോഗിക്കുന്നവരിൽ പൊടിച്ചെള്ള് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനത്തെ കാണാൻ പറ്റാത്ത പൊടിച്ചെള്ള് ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള അലർജിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ അത് കൂടാതെ അപ്പൊ പഞ്ഞിമെത്ത ഉപയോഗിക്കരുത്, അതാണ് അതിന്റെ ഒരു പരിഹാരം. പിന്നെ ഉള്ളത് പാറ്റ നിർമ്മാർജ്ജനത്തിന്റെ വേറെ പ്രത്യേകമായി പറയേണ്ടി വരും. അപ്പൊ പാറ്റയുടെ അടുത്ത് അലർജി ഉള്ളത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു. പിന്നെ നമ്മുടെ പെറ്റ്സ്, നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് പൂച്ചയെ തീർച്ചയായിട്ടും അലർജിയുള്ള കുട്ടികളിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. അതുകൂടാതെ ലവ് ബേർഡ്സ്, പ്രാവ് വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് ആണ് വളർത്തുന്ന കാര്യത്തില്. പിന്നെ ഉള്ളത് ഭിത്തിയിലുള്ള ചെറിയ വിള്ളലുകളിൽ നമുക്ക് ഈ വെള്ളം തങ്ങി നിൽക്കും, അപ്പൊ പൂപ്പൽ വരും, പച്ച കളറിൽ ഇങ്ങനെ വര പോലെ കാണാൻ പറ്റും. അപ്പൊ അത് കെമിക്കൽ ട്രീറ്റ്മെന്റ് കൊല്ലം തോറും ചെയ്യേണ്ടി വരും. അലർജി ആ കുട്ടിക്ക് അതിന്റെ അടുത്ത് ഉണ്ടെങ്കിൽ, വീട്ടിൽ വിള്ളലുള്ള ഭിത്തി ഉണ്ടെങ്കിൽ കുട്ടിക്ക് അതിന്റെ അടുത്ത് അലർജി കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് സ്കിൻ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിന്റെ അടുത്തൊക്കെ കോമൺ അലർജി ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിന്റെ അടുത്ത് അലർജി ഉണ്ടെങ്കിൽ ആ പറഞ്ഞ സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചികിത്സ ചെയ്ത് ഉള്ളിലുള്ള നീർക്കെട്ടും കുറച്ച് കൂട്ടത്തിലും അന്തരീക്ഷത്തിലെ പ്രേരക ഘടകങ്ങളും കുറച്ച് വെച്ചാൽ നല്ലതായിട്ട് കുറയും. അപ്പൊ ഈ അലർജനുകൾ കൂടാതെ ഇറിറ്റന്റുകളും ഉണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ പറയുന്നത് സ്മോക്കിംഗ് അഥവാ നമ്മുടെ പുകവലിക്കുന്നത് എന്ത് പറ്റും, പുകവലി അല്ലെങ്കിൽ ഈ നല്ല കൺട്രോളിൽ ഇൻഹേലർ ഉപയോഗിച്ച് നല്ല കൺട്രോളിലുള്ള കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പറയും കഴിഞ്ഞ ആഴ്ച ചുമ വന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും പൂരത്തിന് പോയോ അല്ലെ പെരുന്നാളിന് പോയോ? പോയിട്ടുണ്ടാകും. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തെ കെമിക്കലുകൾ ആ അലർജിയുള്ള കുട്ടികളിൽ മാത്രമല്ല സാധാരണ മനുഷ്യരിൽ വരെ ശ്വാസനാളിയിലും ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. അപ്പൊ അലർജിയുള്ള കുട്ടികളിൽ ഒരു മോളിക്യൂൾ കയറുന്നതിന് പകരം, അലർജി ഉണ്ടാക്കുന്ന പ്രേരക ഘടകം ഒന്ന് കയറുന്നതിന് പകരം 1000 എണ്ണം ഒന്നിച്ച് കയറാനുള്ള വിള്ളൽ അവിടെ ഉണ്ടാവും. നാച്ചുറലി കുട്ടി കൺട്രോളിൽ ഇരുന്ന കുട്ടിയുടെ കൺട്രോൾ പോകും. നമ്മൾ എന്ത് മരുന്നിട്ടാലും
നമുക്ക് ഒരു പരിധിയുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രേരക ഘടകം ഉണ്ടാക്കുന്നത് മാത്രമല്ല, അതിനെ കയറ്റിവിടാനുള്ള അവസരം കൂട്ടിക്കൊടുക്കുന്ന സാധനമാണ് പുകവലിക്കുക, കൊതുക് തിരി. 100 പുകവലിയുടെ സിഗരറ്റിന് തുല്യമാണ് കൊതുക് തിരി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ കൊതുക് തിരി ഉപയോഗിക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ പടക്കങ്ങൾ പൊട്ടിക്കുക, ഇതൊക്കെ നമ്മൾ നിർത്തി കുറച്ചും കൂടെ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഭാവിയിലേക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലാതെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരു അല്പം നർമ്മം കലർത്തി പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു നാട്ടിലെ ഒരു ചെറിയ തീവ്രവാദമാണെന്ന് വേണേ പറയാം പുകവലിക്കുന്നത്. അവരെ മാത്രമല്ല നശിപ്പിക്കുന്നത്, അവരുടെ കുടുംബത്തെയും അല്ല, നമ്മുടെ അന്തരീക്ഷത്തിനെയും കൂടിയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കത്തിക്കുന്ന ഓരോ സാധനങ്ങൾ കത്തിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഭാവിയിലെ പൗരന്മാരുടെ എയർവേ അല്ലെങ്കിൽ ശ്വാസനാളി നശിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ പങ്കാളികളാണ് അവരൊക്കെ. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ. കേരളം അതിന് മുന്നിട്ട് ലീഡ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഡോക്ടർ, അവസാന ഘട്ടമാണ് ഇൻഹേൽ ചികിത്സ ആസ്മയിൽ എന്നൊരു ധാരണ ഉണ്ടല്ലോ, അത് ശരിയാണോ? ഇല്ല. അതൊരു മിഥ്യാധാരണയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഹേലർ അടിച്ചുകൊണ്ടിരുന്ന സ്ഥിരമായിട്ട് അങ്ങ് നമ്മൾ അതിന്റെ അടുത്ത് അഡിക്ഷൻ വരുമോ, ഇതൊക്കെ അമ്മമാര് ചോദിക്കുന്ന സ്ഥിരം അവരുടെ സംശയങ്ങളാണ്. അപ്പൊ അതെന്താ വെച്ചാല് ഞാനിപ്പോ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, നമ്മളിപ്പോ പല്ല് തേക്കുന്ന പേസ്റ്റില് ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് മിതമായ അളവിലാണ് അടങ്ങേണ്ടത്. അത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിതമല്ലാത്ത അളവിൽ കൂടിക്കഴിഞ്ഞാൽ അത് പല്ലിനും എല്ലിനും ആക്ച്വലി ദൂരത്തിൽ, അതായത് ലോങ് ടേമിൽ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും നോക്കാതെയാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ പേസ്റ്റ് വാങ്ങി പല്ല് തേക്കുന്നത്. കാരണം എന്തിനാ? നമ്മുടെ പല്ലിനകത്ത് പോട് വരാതിരിക്കാൻ വേണ്ടി, അല്ലെ കേട് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. പക്ഷെ ഞാൻ വിചാരിക്കും, പല്ലിന് ഇത്രയും കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ ശ്വാസനാളി നമുക്ക് ശ്വാസം നിർത്താനുള്ള അവയവമല്ലേ. അപ്പൊ അതിന്റെ ആരോഗ്യം പരിപാലിക്കാൻ വളരെ ചെറിയ തോതിലുള്ള സ്റ്റിറോയിഡ് ഈ അലർജിയുള്ള കുട്ടികളിൽ ഈ പറഞ്ഞ അലർജി ഉണ്ടാക്കുന്ന കോശങ്ങളെ മാറ്റി നിർത്തണമെങ്കിൽ വേണ്ട ഇതാണ് സ്റ്റിറോയിഡ്. അപ്പൊ അത് ചെറിയ തോതിൽ ചിലപ്പോൾ കുറച്ചേറെ നാൾ അടിക്കേണ്ടി വന്നാലും അങ്ങനെയുള്ള കുട്ടികളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കേടുപാടും വരില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് ഇൻഹേലർ. അവസാനത്തെ ചികിത്സയല്ല. ഇൻഫാക്ട് അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ ഡാമേജ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം ഈ രോഗലക്ഷണങ്ങൾ വരുമ്പോഴും ശ്വാസനാളി ചുരുങ്ങുകയാണ്. അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടി ചുരുങ്ങുകയാണ്. അപ്പോഴാണ് ശ്വാസം മുട്ടൽ വരിക. ചില കുട്ടികളോ അലർജി ഉണ്ടാക്കുന്ന സാധനം കയറുന്ന ഉടനെ ചുമച്ചു കളയും. അപ്പൊ ചുമയും ശ്വാസം മുട്ടുമാണ് അതിന്റെ ലക്ഷണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും ഉപയോഗിക്കാൻ പറ്റിയത് ഇൻഹേലർ ചികിത്സ തന്നെയാണ്. അതിനകത്ത് നീർക്കെട്ട് മാറ്റാൻ പറ്റിയത്. അത് ഭയക്കേണ്ട ആവശ്യമില്ല. അഡിക്ഷൻ എന്നുള്ള പോയിന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ല് തേക്കുന്നതും ഒരു അഡിക്ഷൻ ആണ്, ശരിയല്ലേ? അപ്പൊ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, ഈ ഒരു അസുഖത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കോമൺ ഡൗട്ടാണ്, ഈ ഒരു രോഗം ദീർഘകാലത്തേക്കുള്ള ചികിത്സ മാത്രമേ സാധ്യമാവുള്ളൂ, അതോ ഇത് പൂർണ്ണമായും സുഖപ്പെടുത്തും എന്നൊരു ഓപ്ഷൻ ഉണ്ടോ ഇതില്? അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അതായത് നമുക്കിപ്പം പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണെന്ന് കരുതിക്കോളൂ. അപ്പൊ അതായത് ഈ പൊടിച്ചെള്ളിന്റെ അടുത്ത് അലർജി ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജീൻ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആ ജീൻ ഉള്ളിടത്തോളം പൊടിച്ചെള്ള് ചുറ്റുപാടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ അലർജി പതുക്കെ നീർക്കെട്ട് ഉണ്ടാവുകയും ആ നീർക്കെട്ട് ശ്വാസനാളിയെ അത് കാണുമ്പോഴൊക്കെ ചുരുക്കുകയും ചെയ്യും. അപ്പൊ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇങ്ങനെയാണ് അത് ഉണ്ടാവുക. അപ്പം ജനിതകമായിട്ട് വന്ന തരമാണെങ്കിൽ അത് പൂർണ്ണമായി മാറ്റാൻ നമുക്കിനി നിർവാഹമില്ല. കാരണം നമുക്ക് അച്ഛനെയും അമ്മയും ചൂസ് ചെയ്ത് കഴിഞ്ഞു, ഇല്ലേ? അപ്പൊ ഇനി അത് മാറ്റാൻ പറ്റില്ല. പാരമ്പര്യമായി കിട്ടിയ ജീൻസ് അവിടെ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഉള്ള ആ നീർക്കെട്ടിനെ നല്ല ഭംഗിയായിട്ട് ചികിത്സിച്ചു മാറ്റുക. കൃത്യമായ ചികിത്സ പറഞ്ഞു തന്ന പോലെ കൃത്യമായ അളവിൽ ചിലപ്പോൾ ഒരു 1.5 കൊല്ലത്തോളം ചിലപ്പോൾ അടുപ്പിച്ച് ഉപയോഗിക്കുകയും വീട്ടിൽ ഈ പറഞ്ഞ പ്രേരക ഘടകങ്ങൾ ഏതാണെന്ന് നമ്മൾ സ്കിൻ ടെസ്റ്റിംഗ് വഴി കണ്ടുപിടിച്ച് അതെല്ലാം ഒഴിവാക്കുകയൊക്കെ ചെയ്താൽ നിർത്തിക്കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ തീരെ വരികയില്ല, എസ്പെഷ്യലി കുട്ടികൾക്ക്. അപ്പൊ ഈ കുട്ടികള് പക്ഷെ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചിലപ്പോൾ 12 ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിൽക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അവർക്കുള്ള ആ പ്രേരക ഘടക ഹോസ്റ്റൽ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും വന്നേക്കാം. കുറച്ച് നാൾ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ നീർക്കെട്ട് ഉണ്ടാവുകയും വരികയും ചെയ്യാം. അപ്പൊ എന്താ, ഇൻഹേലർ ചികിത്സ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ആ കോഴ്സ് കഴിയുമ്പോഴേക്കും കുട്ടി വീണ്ടും കുട്ടിയുടെ വീട്ടിലേക്കോ അല്ലെ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കുന്നുണ്ടാവും. ആ സമയം ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും, വീട്ടിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചാൽ വീണ്ടും അത് കൺട്രോളിലാക്കാവുന്നതേ ഉള്ളൂ. ആസ്മ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ വരുന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നില്ല. പക്ഷെ നല്ല ഭംഗിയായി കൺട്രോൾ ചെയ്ത് വൃത്തിയായിട്ട് സാധാരണ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാം ചെയ്ത്
അവർ കഴിക്കുന്നതൊക്കെ കഴിച്ച് നോർമലായിട്ട് ഉള്ള ഒരു ജീവിതം പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ പേരെടുത്ത് അസുഖമുള്ള ഒരാളുടെ പേര് പറയുന്നത് ശരിയല്ലെങ്കിലും സെലിബ്രിറ്റീസിന്റെ പേര് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ ഞാൻ സാധാരണയായി എല്ലാവരുടെ പറയും, ബോളിവുഡിൽ നിന്ന് ഹോളിവുഡ് വരെ എത്തിയ പ്രിയങ്ക ചോപ്ര, അതുപോലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, ഇങ്ങനത്തെ എല്ലാ ആക്ടേഴ്സും മലയാളത്തിലും ഇല്ല എന്നല്ല, പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എല്ലാ ആക്ടേഴ്സും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻഹേലർ ചികിത്സ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, നമ്മൾ ആസ്മയെ ഒരു രോഗാവസ്ഥയായിട്ട് കരുതാതെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായി കരുതുകയും കൺട്രോൾ ചെയ്ത് എടുക്കുകയും മുന്നോട്ട് പോയി നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്തിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്, അല്ലേ? അങ്ങനെ ആലോചിക്കാം. ഡോക്ടർ, വീട്ടിൽ നെബുലൈസർ ഉപയോഗിക്കാമോ? അതുപോലെ എപ്പോഴാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു അസുഖം ഉണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടത്? നെബുലൈസർ എന്തിനു ഉപയോഗിക്കണം വീട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ ഇൻഹേലറിന്റെ ഒരു കാനിസ്റ്റർ ഉണ്ടാകും. അത് കൂടാതെ ഒരു സ്പേസർ എന്ന് പറഞ്ഞ സാധനത്തിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ രണ്ട് സാധനം അറ്റാച്ച് ചെയ്ത് ഉപയോഗിച്ചാൽ നമ്മുടെ ഉള്ളിൽ കയറുന്ന ഡ്രഗിന്റെ നന്നായിട്ട് അതിന്റെ ഒരു 25% ഉള്ളിൽ പെടും. അതാണ് നമുക്ക് വേണ്ട മരുന്നിന്റെ ഡോസ്. പക്ഷെ ഈ നെബുലൈസർ ഉപയോഗിക്കുന്നത് എപ്പോഴാ സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ടത്? നമുക്ക് രോഗാവസ്ഥ കൂടി, എന്തോ കാരണം കൊണ്ട് ഇതുപോലെ പൂരത്തിന് പോയി തിരിച്ചു വന്നു, ഭയങ്കര പൊടി അടിച്ചു, അങ്ങനെ പെട്ടെന്ന് ഒരു രോഗലക്ഷണങ്ങൾ കൂടിയ അവസ്ഥയിൽ വരുമ്പോൾ കുട്ടിക്ക് ശ്വാസനാളി പെട്ടെന്ന് ചുരുങ്ങും. നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചതാണെങ്കിലും അമിതമായിട്ടുള്ള ഇതുപോലത്തെ പ്രേരക ഘടകങ്ങൾ കയറുന്നത് മൂലം ചിലപ്പോൾ കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവുകയും ശരീരത്തിൽ ഓക്സിജന്റെ അളവ് താഴുകയും ചെയ്യും. ആ അവസരത്തിൽ കുട്ടിക്ക് തന്നെ വലിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഈ ഇൻഹേലർ കൊടുത്താലും കുട്ടിക്ക് വേണ്ടത്രയും മരുന്ന് ഉള്ളിലേക്ക് പാകത്തിന് വലിച്ചു കയറ്റാൻ സാധിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ആ മരുന്നിനെ ഉന്തി ഉള്ളിലേക്ക് കയറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്നേബുലൈസർ. അപ്പൊ അത് കൊടുക്കുമ്പോൾ നാച്ചുറലി ശരീരത്തിൽ ഓക്സിജൻ താന്നിരിക്കുവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ ഈ പറഞ്ഞ സാൽബുട്ടമോൾ ഇതിന്റെ മരുന്നാണെങ്കിൽ പോലും അത് അത്ര സേഫ് ആയിരിക്കില്ല. ചിലപ്പോൾ അത് ഹൃദയസ്തംഭനം വരെ ഉണ്ടാക്കാവുന്ന മരുന്നാണ് ഓക്സിജൻ കുറഞ്ഞിരിക്കുമ്പോൾ. അപ്പോ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ ഓക്സിജനോട് കൂടി മാത്രമേ നെബുലൈസ് ചെയ്യാവൂ എന്നാണ് എല്ലാ ഗൈഡ് ലൈനുകളും പറയുന്നത്. വീട്ടിൽ ചിലപ്പോൾ ചില ഡോക്ടർമാരും നഴ്സുമാരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടിക്കുണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവര് കൊടുക്കുന്നത് പോലും ഞാൻ പറയും അൺസേഫ് ആണ്. കാരണം സ്വന്തം കുട്ടി ചിലപ്പോൾ കൊളാപ്സ് ചെയ്ത് അങ്ങനെ കൊളാപ്സ് ചെയ്യുന്നത് കണ്ടാൽ ചിലപ്പോൾ ഒരു മിനിറ്റത്തേക്ക് നമ്മളുടെ ഒരു മനുഷ്യനല്ലേ ഡോക്ടർമാരും നഴ്സുമാരും, അവർക്കും പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നാൽ അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ജീവന് ഹാനികരമായേക്കാം. അതുകൊണ്ട് ഒരിക്കലും നെബുലൈസർ വീട്ടിൽ വെച്ച് ഉപയോഗിക്കേണ്ട, കൃത്യമായിട്ട് ഇൻഹേലർ ഉപയോഗിക്കുകയും ആദ്യത്തെ ചുമ കേൾക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഒരു റിട്ടേൺ ആക്ഷൻ പ്ലാൻ എന്ന് പറയും. അതായത് ചുമ കേട്ടാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ആദ്യത്തെ ചുമയ്ക്ക് തന്നെ നമ്മൾ ഇൻഹേലർ ഇട്ട് മരുന്നടിച്ചാൽ ആ പറഞ്ഞ ശ്വാസനാളി വികസിക്കുകയും ആ ചുരുക്കം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. കൂടാതിരിക്കാനുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞു തന്നെയാണ് ആസ്മ ക്ലിനിക്കിൽ നിന്ന് നമ്മൾ വിടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്താൽ നെബുലൈസറിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല. ഈ പറഞ്ഞ നെബുലൈസർ പോലും ഉള്ളിൽ എത്തിക്കുന്ന മരുന്നിന്റെ അളവ് എത്രയാണെന്ന് അറിയോ? 13% മുതൽ 15 വരെ മാക്സിമം. അപ്പം 25% ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന ഇൻഹേലർ ആണോ നല്ലത്? 13% എത്തിക്കുന്ന നെബുലൈസറിന് വേണ്ടി പോകണോ? കറണ്ടും എല്ലാം എടുക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് MDI സ്പേസർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെബുലൈസർ ഉപയോഗിക്കേണ്ടി വരില്ല. അത് ഇതുപോലെ ചുമ തുടങ്ങുമ്പോൾ തന്നെ ഉപയോഗിക്കേണ്ട മരുന്നുകളും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും വേണം. ഡോക്ടർ, നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, എരുമേലിയിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ, എന്താണ് പേരെന്താണ്? ഹലോ, ഡോക്ടർ കോൾ കട്ടായി തോന്നുന്നു. ഡോക്ടർ, മറ്റൊരു സംശയം എന്ന് പറഞ്ഞത്, ഈ ഒരു അസുഖമുള്ള കുട്ടികൾക്ക് അവരുടെ കായിക വിനോദങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടോ? അത് സ്ഥിരമായിട്ട് അമ്മമാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ ഒരു കായിക വിനോദങ്ങൾ ഒരു പ്രേരക ഘടകമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരത് അറിയാതെ ശ്രദ്ധിച്ചിട്ട് ഓടി കളിക്കുന്ന ദിവസം ചുമയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവര് സാധാരണ എന്ത് ചെയ്യുന്നു വെച്ചാൽ കുട്ടികളെ കളിക്കാൻ വിടില്ല. കുട്ടികളായാൽ കളിക്കണം, കളിച്ചാലേ അവർക്ക് പൊക്കം വെച്ച് മസിലൊക്കെ വെച്ച് നല്ല ഒത്ത രൂപത്തിലായി വരുള്ളൂ, അല്ലെ? അപ്പൊ ഞാൻ പറയും കളിക്കണം. കളിക്കുന്നത് ഒരു കളിക്കുന്നതോ അല്ലെ വ്യായാമ നിമിത്തമോ കുട്ടിക്ക് ഇതുപോലെ വലിവ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മരുന്നുകളുണ്ട്. അത് കൃത്യമായിട്ടുള്ള ഡോസിൽ അത് കൊടുത്ത് നീർക്കെട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരില്ല. ആ പ്രേരക ഘടകം വന്നാലും വരാതെയാകും. കുട്ടിക്ക് നോർമൽ ആയിട്ടൊരു ലൈഫ് ജീവിക്കാൻ പറ്റുന്ന സൗകര്യത്തിനുള്ള മരുന്നുകളും അതിന്റെ കൃത്യമായ ഡോസിങ്ങും ഇട്ട് കൺട്രോൾ ചെയ്ത് കുട്ടിയെ കളിക്കാൻ അനുവദിച്ചാൽ മാത്രമേ കുട്ടിയെ നോർമലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ.
കുട്ടിയുടെ വളർച്ചയും പ്രധാനമാണല്ലോ. മെലിഞ്ഞുണങ്ങി ചെറുതായിട്ടിരുന്നാൽ പോരാ, അവന്റെ കൂട്ടത്തിലുള്ള കുട്ടികൾ വളരുന്നത് പോലെയും കളിച്ച് വലിയ പ്രൈസുകൾ വാങ്ങിക്കുന്ന പോലെ അവനും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൾക്കും ചെയ്യാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും കായിക വിനോദങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ പാടില്ല. അത് ഒരു പ്രേരക ഘടകമാണെന്ന് സംശയമുണ്ടെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞ് അതിന് വേണ്ട മോളിക്യൂൾ മരുന്ന് കൃത്യമായി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിക്ക് നോർമലായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു മനസ്സിൽ എനിക്കെന്തോ രോഗമുണ്ടെന്നൊരു തോന്നലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല, അല്ലേ? ഡോക്ടർ, കോഴിക്കോട് നിന്നും നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, പ്രേമനാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ആ ശരി. ഹലോ ഡോക്ടർ, നമസ്കാരം. ഹലോ, പറയൂ പ്രേമൻ, പറയൂ. ആ നമസ്കാരം. ഞാന് പൊതുവായിട്ട് ഒരു കാര്യം, കുട്ടികള് ഇപ്പൊ നിലവിൽ എന്റെ അടുത്ത് ചെറിയ കുട്ടികൾ ഉണ്ടായിട്ടില്ല, ഞാൻ എന്റെ ഒരു അനുഭവം വെച്ച് ചോദിക്കാണ്. പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് പിന്നെ എന്റെ പോലെ ആസ്മ എനിക്ക് ഈ പാരമ്പര്യത്തിലുണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാത്രിയിൽ ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ മുതിർന്നു വരുന്നതിനനുസരിച്ച് ജീവിത ശൈലിയൊക്കെ കുറെ ക്രമപ്പെടുത്തി, ഇപ്പൊ പുകവലിശീലം അല്ലെങ്കിൽ മദ്യപാനം അങ്ങനെയൊന്നും ഇല്ല. അപ്പോ വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുക, അങ്ങനെ കുറേയേറെ മാറ്റം വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ശ്വസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യായാമങ്ങൾ, അങ്ങനെ കുട്ടികളിലേക്ക് അങ്ങനെ ഒരു പരിശീലനം കൂടി കൊടുത്താല് ഇപ്പൊ മരുന്നിനും അപ്പുറത്തേക്ക് അങ്ങനെയുള്ള ജീവിതശൈലി വളർത്തിക്കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ വ്യായാമം, അതുപോലെ നടത്തം, ഇതൊക്കെ ഒരു നിർദ്ദേശമായിട്ട് ജീവിതത്തില് പാലിക്കപ്പെട്ടാല് എന്റെ അനുഭവത്തില് കുറെ ഈ രോഗത്തുനിന്ന് നല്ലപോലെ മാറി നടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് എന്റെ ഒരു അനുഭവം. അത് പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതിൽ വളരെ നന്ദിയുണ്ട് പ്രേമൻ. ആ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആസ്മ ക്ലിനിക്കിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഈ മരുന്നുകൾ മാത്രമല്ല, ഇതുപോലത്തെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ബ്രീതിങ് എക്സസൈസസ്, അത് കൂടാതെ ഇവർക്ക് ഏറ്റവും നല്ല എക്സസൈസ് പറഞ്ഞു വരുന്നത് നീന്തലാണ്. നീന്തലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നീന്തി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ 1-2 പ്രാവശ്യം സൈനസൈറ്റിസ് വരും, ഇൻഫെക്ഷനും പനിയും വരും. അത് ആന്റിബയോട്ടിക് കൊടുത്ത് നമ്മൾ കൺട്രോൾ ചെയ്ത് ബ്രീതിങ് പഠിപ്പിച്ച് വെള്ളത്തിൽ വെച്ച് ബ്രത്ത് എടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, നീന്താൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബെസ്റ്റ് അവർക്ക് വലിവ് വരാതെ അങ്ങ് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അതായത് കോമ്പറ്റീഷൻസിൽ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ വളർത്തിയെടുത്താൽ അവർക്ക് പറ്റിയ ഒരു വ്യായാമമാണ് നീന്തൽ എന്നും കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. ഇപ്പൊ പ്രേമൻ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ്. ഏതെങ്കിലും രൂപത്തിലുള്ള വ്യായാമം അവരെ പഠിപ്പിക്കണം. അതിൽ ഏറ്റവും നല്ലത് നീന്തലായിരിക്കും. തുടക്കത്തിലുള്ള ഇൻഫെക്ഷനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഉള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും ആ 2-3 ആഴ്ച കൊണ്ട് ബ്രീതിങ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി പ്രേമൻ. ശരി ഡോക്ടർ, വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ, തുടർച്ചയായി മരുന്നെടുക്കുന്ന സമയങ്ങളിൽ കുട്ടികൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ എടുക്കുന്ന മരുന്നുകൾ പെട്ടെന്ന് നിർത്തിയാൽ അതെന്ത് സംഭവിക്കും? അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ശ്വാസനാളിയിൽ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഒരു 10 കോശങ്ങൾ ചേർന്നിട്ടാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതെന്ന് വെക്കുക. നമ്മൾ ആ 10 കോശങ്ങളെയും അവിടെ നിന്ന് മാറ്റണം. ഇത് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്, ഇങ്ങനെയല്ല, ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുമ്പോൾ ഈ 10 കോശങ്ങളെ മാറ്റി അത് 0 ആവുമ്പോഴാണ് അതിന്റെ ഫുൾ കൺട്രോൾ ആയി എന്ന് നമ്മൾ കരുതുന്നത്. അപ്പൊ നമ്മളത് 8 ആവുമ്പോൾ തന്നെ പക്ഷെ രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. അപ്പൊ നമ്മൾ മരുന്ന് തുടങ്ങി ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അത് 8-ഓ 6-ഓ ഒക്കെ ആയി രോഗലക്ഷണങ്ങൾ തീരെ വരാതെയാവും. അപ്പോ അതിന്റെ അർത്ഥം അത് മാറി 0 ആയി എന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും കുറച്ചേറെ നാള് നമ്മൾ മോണിറ്റർ ചെയ്ത് സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ആ ടെസ്റ്റ് ചെയ്ത് നോക്കാനും നമുക്ക് പറ്റും. അത് മാറിയിട്ടുണ്ടോ, ചുരുങ്ങുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കാൻ പറ്റും. അപ്പൊ പൂർണ്ണമായി ഡോക്ടർ പറയാതെ നിർത്തിയാൽ എന്ത് പറ്റും? ഈ കോശങ്ങളുടെ അളവ് 4-ൽ നിൽക്കുമ്പോൾ നമ്മളങ്ങ് നിർത്തി, ലക്ഷണങ്ങളില്ലല്ലോ, എന്തിനാണെന്ന് നിർത്തി നോക്കാം എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ കോശങ്ങൾ അതിന്റെ കൂട്ടുകാരെ വിളിച്ച് അത് 10 ആവാൻ ഒരു 3-4 ആഴ്ച മതി. 4 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ചെറിയ ചുമയായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ വരാതെ അത് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റുകയും ആ 1.5 കൊല്ലം കൊണ്ട് മാത്രമേ നമുക്ക് വീട്ടിൽ വരുത്താൻ പറ്റുന്ന ചേഞ്ചസ് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും തുടക്കത്തിൽ വരുന്ന അമ്മമാർക്ക് കുട്ടിയുടെ അസുഖത്തിനെ ഓർത്ത് വളരെ ടെൻഷൻ ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ അച്ഛന്മാർക്ക്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പകുതി ഫുള്ള് മനസ്സിലാവണം എന്നില്ല. നമ്മൾ കുറെ പ്രാവശ്യം, ഓരോ പ്രാവശ്യവും തുടക്കത്തിൽ നമ്മൾ കൂടുതൽ പ്രാവശ്യം വിളിക്കും. അപ്പൊ അവർ ആ ഇൻഹേലർ ടെക്നിക്ക് പഠിച്ച് കറക്റ്റായിട്ട് മരുന്ന് ഉള്ളിൽ എത്തി തുടങ്ങി കഴിയാൻ ചിലപ്പോൾ ഒരു 3-4 മാസം വരെ എടുക്കും. അപ്പൊ അത്രയും നാൾ കഴിഞ്ഞ് അത് ഫുൾ കറക്റ്റ് ആയിട്ട് വലിക്കാൻ തുടങ്ങി, ഫുൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വീട്ടിലെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടെ പറഞ്ഞാൽ ഒന്നും ചിലപ്പോൾ ശരിയാവാതെ പോയേക്കാം. അപ്പൊ പടിപടിയായിട്ട് ഡോക്ടറിനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സമയങ്ങളിൽ വന്ന് കണ്ട് തുടക്കത്തിൽ കൂടുതൽ വരേണ്ടി വരും. പിന്നീട് 2-3 മാസം കൂടുമ്പോൾ വരിക. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ്
ഈ കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി ഒന്നൊന്നര കൊല്ലം കൊണ്ടായിരിക്കും ചിലപ്പോൾ നിർത്താൻ പറ്റുക. അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ 6 മാസം ലക്ഷണം ഇല്ലാതിരുന്നാൽ നിർത്താം എന്ന് പറഞ്ഞ് നിർത്തിയാൽ പലപ്പോഴും അത് ഫലിക്കണമെന്നില്ല. കാരണം ഓരോ പേരന്റും വ്യത്യസ്തമാണ്. ഓരോ പേരന്റും കുട്ടിയെ നോക്കുന്ന രീതി വ്യത്യസ്തമാണ്. അപ്പൊ അവരെ നമ്മൾ നേരിട്ട് കണ്ട് ഓരോരുത്തരുടെയും രീതി അസസ് ചെയ്ത് പ്രത്യേകമായി തന്നെ ചികിത്സിക്കേണ്ട ഒരു രോഗമാണ് ഓരോ കുട്ടിയിലെ ആസ്മ. അത് എല്ലാം വ്യത്യസ്തമാണ്. അതാണ്. ഡോക്ടർ സമയപരിധി മൂലം ഇടപെടുകയാണ്. കുട്ടികളിലെ ആസ്മ രോഗത്തെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് പ്രൊഫസർ ഡോക്ടർ നിഷ നരേന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. നമസ്കാരം.